വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ജീവനും സമൃദ്ധിയും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യം. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ സൃഷ്ടിച്ചത് ആരോഗ്യവാനും ശക്തനുമായിട്ടാണ്. ഏദൻ തോട്ടത്തിൽ രോഗമോ ഭാരമോ ഉണ്ടായിരുന്നില്ല. സ്നേഹവാനായ സൃഷ്ടാവ് പകൽ തണുപ്പിൽ ആ മനോഹരമായ തോട്ടത്തിൽ നടന്നു. ആദാമും ഹവ്വയുമായി സഹവസിച്ചു. ആ തോട്ടം ദിവ്യ ആരോഗ്യത്താൽ നിറഞ്ഞിരുന്നു. മനുഷ്യന്റെ ആത്മീയ ക്ഷേമത്തിനായി ദൈവം തോട്ടത്തിന് നടുവിൽ ജീവവൃക്ഷം നട്ടു. മനുഷ്യൻ ഈ വൃക്ഷത്തിൽ പങ്കുചേരുകയും ജീവിതത്തിൽ വളരുകയും ജീവിതത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്യണമെന്നായിരുന്നു ദൈവത്തിന്റെ ആഗ്രഹം. മനുഷ്യൻ രോഗമോ ബലഹീനതയോ അനുഭവിക്കണമെന്ന് ഒരിക്കലും ദൈവഹിതമായിരുന്നില്ല. ബൈബിളിൽ ഒരിടത്തും രോഗത്താൽ കഷ്ടപ്പെടുന്നതായി നിങ്ങൾക്ക് കാണാനും കഴിയുകയില്ല. മനുഷ്യരൂപം സ്വീകരിച്ച ദൈവപുത്രൻ ദുർബലനായിരിക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതുപോലെ പരിശുദ്ധാത്മാവ് ഒരിക്കലും രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. കെരൂബുകളും സെറാഫിൻകളും ഒരിക്കലും രോഗത്താൽ പീഡിപ്പിക്കപ്പെട്ടിട്ടില്ല. വരാനിരിക്കുന്ന സഹസ്രാബ്ദ രാജ്യത്തിൽ ഒരു രോഗവും ഉണ്ടാകുകയില്ല. നിത്യതയിലും ഒരു രോഗവും ഉണ്ടാകില്ല. എന്നാൽ മനുഷ്യൻ ദൈവവചനം അനുസരിക്കാതെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിച്ചപ്പോൾ ആദ്യമായി രോഗവും മരണവും മനുഷ്യരാശിയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു. കർത്താവ് ആദാമിനോട് വ്യക്തമായി നിർദ്ദേശിച്ചു, നന്മക തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത് എന്ന്, കാരണം നീ തിന്നുന്ന നാളിൽ മരിക്കും എന്ന്. ഇത് ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 17-ാം വാക്യത്തിൽ പറയുന്നു. ചില വിവർത്തനങ്ങൾ പറയുന്നു, നീ അതിൽ നിന്ന് തിന്നുന്ന ദിവസം മരണം നിന്നിൽ ആരംഭിക്കും എന്ന്. ആദാമിന്റെ ലംഘനത്തിലൂടെ മരണം ലോകത്തിൽ പ്രവേശിച്ചു. ആദാമും ഹവ്വയും പാപം ചെയ്തപ്പോൾ അവർ ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞു. അവരുടെ ഹൃദയങ്ങൾ ഇരുണ്ടുപോയി. അവരുടെ ശരീരങ്ങൾ ബാധിക്കപ്പെട്ടു. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷം അത് അവരുടെ സിരകളിൽ പ്രവേശിച്ചപ്പോൾ അത് ബലഹീനത, രോഗം, മരണം എന്നിവ ലോകത്തിലേക്ക് കൊണ്ടുവന്നു. വാർദ്ധക്യം, മരണം എന്നിവ അനിവാര്യമായ അനന്തരഫലങ്ങളായി മാറി. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ബൈബിൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മോട് പറയുന്നു, അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും ഞാൻ വന്നിരിക്കുന്നു എന്ന്. ഇത് യോഹന്നാൻ 10-ാം അധ്യായം 10-ാം വാക്യത്തിൽ കാണപ്പെടുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് വിശുദ്ധ ജീവിതം നയിക്കാൻ കീഴടങ്ങുമ്പോൾ കർത്താവ് നിങ്ങൾക്ക് ദിവ്യ സമാധാനവും ആരോഗ്യവും ക്ഷേമവും കൽപ്പിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 23-ാം വാക്യം. സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവൻ ശുദ്ധീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ അനന്യമായി വെളിപ്പെടും വണ്ണം കാക്കപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യോശുവ 7, 8, 9 അധ്യായങ്ങൾ. വൈകുന്നേരം ലൂക്കോസ് 1-ാം അധ്യായം 21 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.